വിയോജിപ്പുകൾ വരികയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഘടകകക്ഷികൾക്ക് എന്ത് ലഭിക്കും. അവിടെ ആണ് ലീഗിൻ്റെ മന്ത്രിമാരുടെ എണ്ണം, ആരൊക്കെ ലീഗിൽ മന്ത്രിമാരാകും. പി ജെ ജോസഫ് വിഭാഗത്തിന് 2 മന്ത്രിമാർ വേണമെന്ന ആവശ്യത്തിൽ ആയിരുന്നു അവർ. പക്ഷേ ഒരു മന്ത്രി ഉറപ്പിക്കുന്നുണ്ട്. ഇനി ചീഫ് വിപ്പോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പദവിയോ ലഭിക്കുമോ എന്നത് അറിയേണ്ടതുണ്ട്. ഒപ്പം ഒരംഗങ്ങളെ മാത്രം സഭയിലേക്ക് എത്തിപ്പിക്കാൻ സാധിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടികളുണ്ട്. അത് അനൂപ് ജേക്കബിൻ്റെ പാർട്ടിയുണ്ട്, മാണി സി കാപ്പൻ്റെ പാർട്ടിയുണ്ട്, സി പി ജോണിൻ്റെ പാർട്ടിയുണ്ട്. അവിടെയാണ് സി പി ജോണിന് ഫുൾ ടേമും ഒപ്പം മാണി സി കാപ്പനും അനൂപ് ജേക്കബും 2.5 വർഷം വീതം പങ്കുവയ്ക്കട്ടെ എന്നുമുള്ള ഒരു നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ കടുത്ത അതൃപ്തിയുണ്ട് മാണി സി കാപ്പന് എന്നതാണ്. ടേം വ്യവസ്ഥ സ്വീകാര്യമല്ല എന്നാണ് മാണി സി കാപ്പൻ ഇപ്പോൾ പറയുന്നത്. എല്ലാവരും തനിക്ക് 5 വർഷം ടേം ഉറപ്പ് നൽകിയതാണ്. വി ഡി സതീശൻ വാക്ക് പാലിക്കണം. തൻ്റെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ മറ്റു നടപടികൾ ആലോചിക്കുമെന്നും മാണി സി കാപ്പൻ പറയുകയാണ്. എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല, ഇതുവരെ ചർച്ച തീർന്നിട്ടില്ല. ഇപ്പം അങ്ങോട്ട് ഉച്ചയ്ക്ക് മുമ്പ് അവിടെ വിളിക്കും. 2 മണിക്കാണ് ഗവർണർ അടുത്ത് 2.5 വർഷം ഇപ്പോൾ പറയുന്നത്. അതിലൊരു അതൃപ്തി ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നോട്. മന്ത്രി സ്ഥാനത്തെക്കുറിച്ച് സംസാരിച്ചായിരുന്നു ഇന്നലെ. ബാക്കി കാര്യങ്ങൾ ടേം വ്യവസ്ഥ പറഞ്ഞു, എനിക്ക് സ്വീകാര്യമല്ല എന്ന് ഞാൻ പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ ഇന്ന് വീണ്ടും സംസാരിക്കാവുന്നതാണ്. വേറെ ഒരു ഫോർമുല മുമ്പോട്ട് വെച്ചിട്ടില്ല. മറുപടി പറയട്ടെ. 5 വർഷം തന്നെ വേണം എന്ന ആവശ്യം അല്ല, ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് അന്നേരം ആലോചിച്ച് തീരുമാനിക്കും. ഇപ്പൊ എങ്ങനെ പറയുന്നത്? മന്ത്രിയാകുന്നതിനെ കുറിച്ച് തീരുമാനമാകുന്ന പിന്നെയാണ് വകുപ്പിന്റെ അതിപ്പോട്ട് നമ്മളിവിടെ പറയേണ്ട കാര്യമല്ലല്ലോ. പറയേണ്ട ആളുകളല്ലേ പറയേണ്ടി. അല്ലെ, ഏതായാലും ഒരു മീറ്റിംഗ് കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഫൈനലായിട്ട് തീരുമാനമാകുള്ളൂ. വി ഡി സതീശൻ തന്നെ വന്ന് പ്രസംഗിച്ചല്ലേ പാലയില്. മാണി സി കാപ്പൻ അങ്ങോട്ട് പോകുന്ന വണ്ടിയിലായിരിക്കില്ല, കൊടിവെച്ച വണ്ടിയിലായിരിക്കും തിരിച്ചു വരുന്നതെന്ന്. അങ്ങനെ വി ഡി സതീശൻ പ്രസംഗിച്ചത്. അതുപോലെ രമേശ് ചെന്നിത്തല പുള്ളി കൺവെൻഷൻ വന്നപ്പം അദ്ദേഹം അത് തന്നെ പറഞ്ഞു, ഇത് പാലായ്ക്കൊരു വലിയ സമ്മാനം കിട്ടാനിരിക്കുന്നു. നമ്മളെ രണ്ടാളും ഇത് പറഞ്ഞതാണ്. അതറിഞ്ഞിട്ടല്ലേ പറയാൻ കൂട്ടു. അവരിപ്പോ പറയാം 2.5 വർഷമേ തരുന്നുള്ളൂ, ഇത് ആദ്യത്തെ അല്ല രണ്ടാമത്തെ ടൈമേ പറ്റുള്ളൂ. അന്നേരമല്ലേ മറുപടി പറയണ്ടേ. അത് പുറത്ത് നിങ്ങൾക്ക് കിട്ടുന്നതല്ല, എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് ടീം UDF എന്നല്ലേ പറഞ്ഞത്. ആ ടീമിൽ എല്ലാവരും ഇല്ലേ? ഞാൻ ഒരു ഇന്റർനാഷണൽ വോളിബോൾ പ്ലെയർ ആയിരുന്നു. 6 പേര് കളിക്കുന്ന ടീമിൽ ഒരാളെ മാറ്റി നിർത്തിയിട്ട് കളിക്കാൻ പറ്റുമോ? 6 പേരുള്ള ടീമിൽ 6 പേരുണ്ട്. ചിലർ നല്ല കളി, ഏറ്റവും ടോപ്പ് കളിക്കാരാണ്. ജിമ്മി ജോർജ് കളിച്ച ടീമിൽ കളിച്ചിട്ടുള്ള ആളാണ്. ജിമ്മി ജോർജിന്റെ സ്റ്റാൻഡേർഡ് എനിക്കില്ല കളിയിൽ. എന്ന് വെച്ചാൽ എന്നെ ടീമിലോട്ട് പുറത്തോട്ട് ഇരുത്തിയിട്ടാണോ കളിക്കുന്നത്? അല്ല, ഒന്നിച്ചാണ് കളിക്കുന്നത്. അപ്പൊ അത് വരുമ്പം ആലോചിച്ചോളൂ. പിതാവുമായിട്ട് എനിക്ക് വളരെ വർഷങ്ങളായിട്ടുള്ള സൗഹൃദമുണ്ട്. എന്റെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്ന ഈ ഇതിലാണ്. ഞാൻ സമ്മർദ്ദം ചെലുത്താൻ വന്നതല്ല, സഹായഭ്യർത്ഥിക്കാനും വന്നതല്ല. അങ്ങനെ ഞാൻ ചോദിച്ചിട്ടില്ല. പിതാവിനോട് തന്നെ ചോദിച്ചു. പിതാവിനെ കാണാൻ വന്നു. ഈ പല പിതാക്കന്മാരായിട്ട് നല്ല ബന്ധമുണ്ട്. അങ്ങനെയാണെന്ന് പറഞ്ഞാലല്ലേ. ഇന്നലെ ഇങ്ങനെ ഒരു സജഷൻ പറഞ്ഞു, പറ്റില്ലെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോന്നു. നിങ്ങളെ കാണാൻ ഞാൻ നിന്നില്ല. ഞാനിങ്ങനെ വഴിക്ക് പോയി. അനൂപ് ജേക്കബ് നിങ്ങളുടെ അടുത്തൊന്ന് മറുപടി പറഞ്ഞു. ഞാൻ പറയാൻ നിന്നില്ല. ഓപ്പണായിട്ടൊരു പ്രോബ്ലം ഉണ്ടാക്കാൻ ഞാനില്ല. യെസ്, എന്തായാലും മാണി സി കാപ്പൻ വളരെ ഷാർപ്പായാണ് പറയുന്നത്. തനിക്ക് 5 വർഷം ആണ് ലഭിക്കേണ്ടത്. ഒരു ടേം വ്യവസ്ഥയിൽ തനിക്ക് താല്പര്യമില്ല എന്നുള്ളത്. പക്ഷേ രഞ്ജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, പാലായിൽ നിന്നാണ് മാണി സി കാപ്പൻ വിജയിച്ചു വരുന്നത്. ജോസ് കെ മാണിയെ പോലെ ഒരു പാർട്ടിയുടെ ചെയർമാനെ തന്നെയാണ് പരാജയപ്പെടുത്തിയത്. അവിടെ കരുത്തനായ ഒരു BJP സ്ഥാനാർത്ഥിയും ഉണ്ടായിരുന്നു എന്നതറിയാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും സാഹചര്യവും ഒക്കെ നമുക്കറിയാമല്ലോ. വലിയ സമ്മർദ്ദം ചെലുത്തുക എന്നത് മാണി സി കാപ്പനെ സംബന്ധിച്ചിടത്തോളം സാധ്യമാണോ? പാലായുടെ രാഷ്ട്രീയവും ഒക്കെ ഏത് നിമിഷവും മാറിമറിയാവുന്ന ഒന്നാണ്. ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് സംപൂജ്യരായി നിൽക്കുകയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം. അവിടെ തന്നെ മുന്നണി മാറ്റം പോലെയുള്ള ആവശ്യങ്ങൾ നേരത്തെ തീരുമാനിക്കേണ്ടതായിരുന്നുവെന്ന് വലിയൊരു വിഭാഗം നിലപാടെടുക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ മാണി സി കാപ്പനും അവിടെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ സഹായം ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഈ
ടേമിനപ്പുറത്ത് വലിയൊരു സമ്മർദ്ദം ചെലുത്താൻ മാണി സി കാപ്പന് സാധിക്കുമോ രഞ്ജിത്ത്? അഭിലാഷ്, ഇത് നമ്മൾ നോക്കിക്കാണേണ്ടത് നേരത്തെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും വി ഡി സതീശനുമൊക്കെ പാലായിലെത്തി പ്രസംഗിച്ചപ്പോൾ തനിക്ക് ഒരു 5 വർഷ ടേം നൽകും എന്ന് വാക്ക് നൽകിയിരുന്നു എന്നാണ് മാണി സി കാപ്പൻ പറയുന്നത്. അപ്രതീക്ഷിതമായാണ് ഒരു ടേം വ്യവസ്ഥയിലേക്കൊക്കെ മാണി സി കാപ്പൻ്റെ പാർട്ടി വരികയും മറ്റും ചെയ്തത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുകയാണ്. മറ്റൊന്നുകൊണ്ടല്ല, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അനൂപ് ജേക്കബിനും മാണി സി കാപ്പനുമായി 2.5 വർഷം വീതം ടേം നൽകും എന്നുള്ള നിലയിലേക്ക് ഈ സീറ്റ് വിഭജന ചർച്ചകൾക്കിടയിൽ UDF സംവിധാനം എത്തിയിരുന്നു. അത്തരമൊരു കാര്യമാണ് കോൺഗ്രസ് ഒപ്പം വി ഡി സതീശനൊക്കെ മാണി സി കാപ്പനെ അറിയിച്ചിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ കടുത്ത അതൃപ്തിയിൽ തന്നെയാണ് മാണി സി കാപ്പൻ എന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ അതൃപ്തി മാണി സി കാപ്പനുണ്ട്. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ തിരുസന്നിധി എന്ന മാർക്ക് ലിമിസിന്റെ അരമനയിലാണ്. അവിടെ എത്തിയ മാണി സി കാപ്പൻ ബിഷപ്പിനെ കണ്ട് മടങ്ങുകയായിരുന്നു. തൊട്ട് മുൻപാണ് സതീശൻ ഇവിടെ എത്തി ബിഷപ്പിനെ കണ്ട് മടങ്ങുകയും മറ്റും ചെയ്തത്. ഇവിടെ പറയുന്നത് എനിക്ക് ഉമ്മൻചാണ്ടിയും വി ഡി സതീശൻ തന്ന വാക്ക് പാലിക്കണം എന്ന് തന്നെയാണ്. കടുത്ത നടപടികൾ തന്റെ മനസ്സിലുണ്ട് എന്ന് പറയുമ്പോഴും അത് പരസ്യമായി പ്രഖ്യാപിക്കാൻ തയ്യാറല്ല എന്നാണ് മാണി സി കാപ്പൻ പറയുന്നത്. ഏതായാലും 5 വർഷ ടേം തനിക്ക് വേണം എന്ന ആവശ്യം അസന്നിഗ്ധമായി മാണി സി കാപ്പൻ ഉന്നയിക്കുകയാണ്. കാരണം CP ജോണിന്റെ പാർട്ടിക്ക് അവർക്കും ഒരു MLA മാത്രമാണുള്ളത്. അവർക്ക് പൂർണ്ണമായും 5 വർഷ ടേം നൽകാൻ തീരുമാനിക്കുകയും മറ്റും ചെയ്ത ഒരു സാഹചര്യവും പശ്ചാത്തലമൊക്കെ മാണി സി കാപ്പൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നേരത്തെ അഭിലാഷ് പറഞ്ഞ നിരവധി ഘടകങ്ങൾ ഇതുമായി ചേർത്ത് വെക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് പാലയിൽ വലിയ പോരാട്ടത്തിന് ശേഷമാണ് മാണി സി കാപ്പൻ ജയിച്ചു കയറിയത്. ജോസ് കെ മാണിയെ മലർത്തിയടിച്ച കാപ്പന് അത്തരത്തിലുള്ള പരിഗണന വേണം എന്ന ആവശ്യമാണ് പാർട്ടി ഉന്നയിക്കുന്നത്. അദ്ദേഹം UDFന്റെ ഭാഗമായി തന്നെ നിൽക്കുന്ന ഒരാളാണ്. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് താൻ ടീം UDF ആണ് ഇത്തരം കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത്. ഒരു വോളിബോൾ കളിക്കുമ്പോൾ അതിൽ 6 അംഗങ്ങൾ ഉണ്ടാകും. അതിൽ മികച്ച കളിക്കാരാണ് മുന്നിൽ വരുന്നത്, സംശയമില്ല. പക്ഷേ മറ്റ് കളിക്കാരെ മാറ്റി നിർത്തി ആ മത്സരം പൂർത്തിയാക്കാനാവില്ലല്ലോ എന്നാണ് മാണി സി കാപ്പൻ ചോദിക്കുന്നത്. അത് വളരെ പ്രധാനവും പ്രസക്തവുമായ ഒരു കാര്യമായി അദ്ദേഹം കാണുകയും മറ്റും ചെയ്യുന്നു. ഏതായാലും ടേം വ്യവസ്ഥയിൽ TM ജേക്കബിന്റെ മകൻ അനൂപ് ജേക്കബ് ഇതുവരെ നീരസം വ്യക്തമാക്കുകയോ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല. അവിടെയാണ് മാണി സി കാപ്പൻ തന്റെ നീരസം അസന്നിഗ്ധമായി വ്യക്തമാക്കുകയും മറ്റും ചെയ്യുന്നത്. ഒരു ചർച്ച കൂടി ബാക്കിയുണ്ട്. അല്പസമയത്തിനകം ആ ചർച്ചയ്ക്കായി അദ്ദേഹം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ക്ലിഫ് ഹൗസിലേക്കാണ് അതിന്റെ യാത്ര എന്ന് മനസ്സിലാക്കണം. അവിടെ ഏതെങ്കിലും തരത്തിൽ വീണ്ടും ടേം വ്യവസ്ഥ എന്ന ആശയം മുന്നോട്ട് വെച്ചാൽ ഏത് തരത്തിൽ സംസാരിക്കണം, അത് ഏറ്റെടുക്കണമോ എന്ന കാര്യത്തിലൊക്കെ തീരുമാനം ഉണ്ടാകും എന്നാണ് മാണി സി കാപ്പൻ ഇപ്പോൾ നമ്മളോട് മാധ്യമങ്ങളോട് പറഞ്ഞത്. അഭിലാഷ്, തീർച്ചയായും മാണി സി കാപ്പൻ അതൃപ്തി പരസ്യമാക്കുകയാണ്. ഇത്തരം അതൃപ്തരെ ഏത് നിലയിലായിരിക്കും വരും മണിക്കൂറുകളിൽ അനുനയിപ്പിക്കുക? 21 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും ഒപ്പം, അതായത് മുഖ്യമന്ത്രിക്കൊപ്പം എന്ന നിലപാട് തന്നെയാണ് UDF ആവർത്തിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.